എന്താണ് കൊള്ളപ്പലിശക്കാർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് മടി? ഓപ്പറേഷൻ കുബേര നിലച്ചോ ശരിക്കും? 2014 പ്രതിമാസം 15ഓളം റെയ്ഡ് സംസ്ഥാനത്ത് നടന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് പരിശോധനകൾ നടക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം. ആഷിൻ ഡിയേഗോ നമുക്കൊപ്പം. ആഷിൻ ഡിയേഗോ, കൊള്ളപ്പലിശക്കാരൊക്കെ ഇങ്ങനെ ചിറക് വിരിച്ച് പരുന്തിനെ പോലെ പറക്കുകയാണോ? എന്താണ് നമ്മൾ കാണുന്നത്? ഇവർക്കൊന്നും പിടികൂടാൻ അല്ലെങ്കിൽ ഇവരെക്കൊന്നും തടയിടാനായി ഒരു സംവിധാനവും നിലവിലില്ല. ഓപ്പറേഷൻ കുബേരയൊക്കെ പൂർണ്ണമായും അസ്തമിച്ചോ? തീർച്ചയായും ഒരു സമയത്ത് ഈ കൊള്ളപ്പലിശക്കാരുടെ മൂർച്ചയായിരുന്ന അല്ലെങ്കിൽ കൊള്ളപ്പലിശക്കാരുടെ ശല്യം അത് അവസാനിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല 2014 ഓപ്പറേഷൻ കുബേര കൊണ്ടുവരുന്നത്. പക്ഷേ 10 വർഷത്തിന് ശേഷം വീണ്ടും പരിശോധിച്ചാൽ അതിന്റെ അവസ്ഥ ഈ ഓപ്പറേഷൻ കുബേരയുടെ മൂർച്ച തന്നെ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, സംസ്ഥാനത്ത് ഇപ്പോൾ വീണ്ടും ഈ കൊള്ളപ്പലിശക്കാർ പിടിമുറുക്കുമ്പോഴും സംസ്ഥാനത്ത് 10 വർഷത്തിനിടെ ഒരു വിധത്തിലുമുള്ള പരിശോധനകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇതിന്റെ പേര്, അതായത് ഓപ്പറേഷൻ കുബേര എന്നതിന്റെ പേരും മാറ്റി രൂപവും മാറ്റി പുതിയ രീതിയിൽ അവതരിപ്പിക്കും എന്ന് കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷേ അതും ഇപ്പോൾ ഫയലുകളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് തന്നെ പഴയതിലും ശക്തി പ്രാപിച്ചുകൊണ്ട് ഈ പലിശക്കാർ വീണ്ടും സംസ്ഥാനത്ത് വാഴുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ സ്ഥിതിവിശേഷം. ഒരു സമയത്ത് 2014 നമുക്കറിയാം, മണ്ണന്തലയിലുണ്ടായ ഒരു കൂട്ട ആത്മഹത്യ. 5 അംഗ കുടുംബമാണ് ഈ ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് രമേശ് ചെന്നിത്തല ഇത് പഠിക്കുന്നതിന് വേണ്ടി ഒരു സമിതി നിയോഗിക്കുന്നതും അതിനുശേഷം അവരുടെ കണ്ടെത്തലിനെ തുടർന്ന് ഈ ഒരു ഓപ്പറേഷൻ കുബേര എന്ന ഒരു പുതിയ പദ്ധതി തന്നെ തുടങ്ങുന്നതും പോലീസിന്റെ ഒരു പ്രത്യേക വിങ്ങിനെ തന്നെ രൂപീകരിക്കുകയും അവരുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പരിശോധനകൾ, മുത്തൂറ്റിലടക്കം വലിയ തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളിലും വ്യക്തി കേന്ദ്രീകൃതമായും പരിശോധനകൾ നടന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് നിന്ന് 10 കൊല്ലം ഇപ്പുറത്തേക്ക് സഞ്ചരിച്ചു കഴിയുമ്പോഴാണ് സംസ്ഥാനത്ത് എവിടെയും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നില്ല എന്നുള്ളൊരു ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, തെന്നിയും തെറിച്ചും വരുന്ന കേസുകളിൽ മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടിയോ അല്ലെങ്കിൽ കേസെടുക്കുകയോ ചെയ്യുന്നത് എന്നുള്ളതും ഇപ്പോൾ പലിശക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസരമായി അവർ മുതലെടുക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലിയ തരത്തിൽ, അതായത് RBI നൽകുന്ന പലിശയേക്കാൾ കൂടുതൽ പലിശ വാങ്ങുന്ന ആളുകളെ കണ്ടെത്തുക, ധനകാര്യ സ്ഥാപനങ്ങളെ കണ്ടെത്തുക, അവയെ പൂട്ടിടുക എന്നൊരു സതുദ്ദേശത്തോടു കൂടിയായിരുന്നു. ആ ഉദ്ദേശം എന്തായാലും നടക്കുന്നില്ല. ആ സതുദ്ദേശം ഇല്ലാതാക്കിയത് ആരുടെ ദുരുദ്ദേശമാണ്? അതാണ് അറിയേണ്ടത് ആഷിൻ ഡിയേഗോ. എന്തായാലും ചില വ്യക്തികൾ പരാതിയുമായി മുന്നോട്ട് പോയാൽ അതിൽ കേസെടുക്കും. അല്ലാതെ ഒരു കോമ്പിംഗ് ഓപ്പറേഷനായി ഓപ്പറേഷൻ കുബേര നടക്കണം എന്നതാണ് പൊതുവെ നമുക്കൊക്കെ പറയാനുള്ളത്. പക്ഷേ സർക്കാർ മാറുമ്പോൾ ആ പദ്ധതി അങ്ങ് അപ്പാടെ നിലച്ചു പോകുന്നത് അത്ര ശരിയുമല്ല.